ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. RRB ALP ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് കുറേ മിസ്റ്റേക്കുകളൊക്കെ പല ഉദ്യോഗാർത്ഥികൾക്കും വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഈ കറക്ഷൻ വരുത്താനുള്ള ഒരവസരം കൂടി റെയിൽവേ തരികയാണ്. RRBയുടെ ALP കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അത് നിങ്ങൾ അറിയാത്ത ആളുകളുണ്ടെങ്കിൽ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വരുത്തിയ ആളുകളുണ്ടാവുമല്ലോ, സോ അത്തരം ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാവുന്നതാണ്, കറക്ഷൻ വരുത്താവുന്നതാണ്. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റില്ല കേട്ടോ. സോ ചില പേരൊക്കെ ആലോചിക്കുന്നത് നമുക്കൊന്ന് ചേഞ്ച് ആക്കാം, എല്ലാ കാര്യങ്ങളും ചേഞ്ച് ആക്കാം. അങ്ങനെ സംഭവിക്കില്ല. ചില കാര്യങ്ങൾ ചേഞ്ച് ആക്കാം, ചില കാര്യങ്ങൾ ചേഞ്ച് ആക്കാൻ പറ്റില്ല. ഏതെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുക, നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ രണ്ട് കോളംസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഈ കോളത്തിലുള്ളത്, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു കോളത്തിൽ. അതായത് എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത്? ഒന്നാമത്തെ കാര്യം, ചൂസ് ആൻ RRB. ഞാനിത് നേരത്തെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ്റെ ടൈമിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചൂസ് ആൻ RRB എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റാത്തത് ചൂസ് ആൻ RRB അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യവും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, റെയിൽവേ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നെയിം, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത് ഇതും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നിലവിലുള്ള ഈ കറക്ഷൻ വിൻഡോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു പോപ്പപ്പ് ആയിട്ട് വരുന്ന മെസ്സേജിൽ അങ്ങനെയാണ് വരുന്നത്. അതായത് നിങ്ങൾക്ക് നെയിമോ, ഫാദേഴ്സ് നെയിമോ, മദേഴ്സ് നെയിമോ, ജെൻഡറോ, ഡേറ്റ് ഓഫ് ബർത്തോ എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ചൂസ് ആൻ RRBയും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൺഫേം ആയിരുന്നു. സോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ ഇനി അടുത്തത്, ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതിൽ നമ്മൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്നത് ചൂസ് ആൻഡ് ട്രേഡ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിപ്ലോമ ഓർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ട് ബിയുടെ ട്രേഡ് ചേഞ്ച് ചെയ്യാം. ഞാനിത് പറയാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട്. നമുക്ക് എൻട്രിയിൽ ഒരു ഉദ്യോഗാർത്ഥിയുടെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ എന്ത് ചെയ്തു, ആൾ ഇതിൻ്റെ അപ്ലിക്കേഷനൊക്കെ കൊടുത്ത സമയത്ത് അക്ഷയയിൽ പോയിട്ട് അപ്ലിക്കേഷൻ കൊടുത്തത്. അപ്പോൾ ഏത് ട്രേഡ്, എന്ത് ട്രേഡ് എന്നൊന്നും ആൾ നോക്കിയിട്ടില്ല. അക്ഷയക്കാർ എന്ത് ചെയ്തു, അവർക്ക് തോന്നിയ മാതിരി എന്ത് ചെയ്തു, ട്രേഡൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആള് ഇതിനൊക്കെ ശേഷമാണ് ഏത് ട്രേഡാണ് എടുത്തതെന്ന് അറിഞ്ഞ തന്നെ. സോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇനി വരാൻ പാടില്ല. നിങ്ങൾക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ട്രേഡ് തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഇലക്ട്രീഷ്യൻ തന്നെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ മാത്രം വയർമാനിലേക്ക് പോയാൽ മതി. ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ തന്നെയായിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ട ട്രേഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതൊന്നും കാര്യമായി ചേഞ്ച് ഉണ്ടാകും തോന്നുന്നില്ല. ഫോട്ടോഗ്രാഫിൽ എന്തെങ്കിലും കറക്ഷൻസ് വരുത്തണമെങ്കിൽ അത് ചെയ്യാം. സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ചേഞ്ച് വരുത്താം. അതൊരു നല്ല അപ്ഡേറ്റ് ആണ്. അതായത് OBC സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ആളുകളോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഡേറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കറക്ഷൻ ടൈമിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കറക്ഷൻ ഡീറ്റെയിൽസ്, സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് കറക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അഡ്രസ്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്, നിങ്ങൾ കൊടുക്കുന്ന അഡ്രസ്സ് ഏതാണോ അവിടെ ആയിരിക്കും, അതായത് ആ അഡ്രസ്സിന് നിയറസ്റ്റ് ആയിട്ടായിരിക്കും നിങ്ങളുടെ CBT 1 എക്സാം സെൻറ്റർ വരിക. അപ്പോൾ കേരളത്തിലൊരാൾ കേരളത്തിൽ തന്നെയായിരിക്കണം പെർമനന്റ് അഡ്രസ്സ് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, കേരളത്തിൽ തന്നെ CBT 1 എഴുതാൻ പറ്റുള്ളൂ. CBT 2 എന്തായാലും ചൂസ് ആൻ RRB തന്നെ ആയിരിക്കും വരിക. പിന്നെ കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് ചേഞ്ച് വരുത്താം. ബാങ്ക് ഡീറ്റെയിൽസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ വരുത്താവുന്നതാണ്. സിഗ്നേച്ചറിൽ എന്ത് ചെയ്യാവുന്നതാണ്, മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. സോ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യാം. കാരണം നമ്മളൊരു മിസ്റ്റേക്കൊക്കെ ആപ്ലിക്കേഷനിൽ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ടെൻഷൻ ആയിരിക്കും അല്ലേ. നമ്മൾ ആ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മളെ എക്സാമിനെ നല്ല രീതിയിൽ ബാധിക്കും. യാതൊരു ടെൻഷനും ഇല്ലാണ്ട് വളരെ കൂളായിട്ട് കാമായിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ എക്സാമിലേക്ക് പോകാൻ. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കുക, നന്നായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വിജയങ്ങൾ ഉറപ്പാണ്. എൻട്രി എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത് പോലെ ഈ 2024 RRB എന്ന് പറയുന്നത് നിങ്ങളുടെ മുന്നിലെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അത് ALP ആണെങ്കിലും ശരി, ജൂനിയർ എഞ്ചിനീയർ ആണെങ്കിലും ശരി, ടെക്നീഷ്യൻ ആണെങ്കിലും ശരി, അത് നേടിയെടുക്കുന്നത് വരെ നന്നായിട്ട് കഠിനമായിട്ട് എന്ത് ചെയ്യുക, പരിശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ്, അതായത് RRB ALP കോഴ്സ് എങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം, ആരുടെ ഗൈഡൻസിൽ പഠിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏറ്റവും നല്ല ഗൈഡൻസിൽ, ഏറ്റവും മികച്ച അധ്യാപകരുടെ കൃത്യമായിട്ടുള്ള ഗൈഡൻസോട് കൂടിയുള്ള ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ RRBയുടെ ALP കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഞാനായിരിക്കും ഈ ഒരു കോഴ്സ് മെൻറ്റർ ചെയ്യുന്നുണ്ടാവുക. സോ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന Google ഫോം ഫില്ല് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, ഒരുമിച്ച് പഠിക്കാം, വിജയം കരസ്ഥമാക്കാം.